കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. റോഡിൽ കേൾക്കാം അമ്മയുടെ മോന്റെ അലർച്ച. അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ പിഴച്ചവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയതിന് ഇവൻ കൊല്ലാൻ വരുന്നത് എന്നെ. കൊല്ലാൻ വിട്ടവരെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. ദയവായിട്ട് ആ കൊട്ടേഷൻകാരെ വിളിച്ചൊന്ന് പറയാമോ എന്റെ തുളസി ഒന്നും ചെയ്യരുതെന്ന്. എടാ നിന്നെ ഞാൻ അച്ഛാ, തുളസിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എടാ, തുളസിയെ ഒരു കൊട്ടേഷൻകാരും ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരിക. കൊട്ടേഷൻകാരെല്ലാം പോലീസ് വലവീശി കഴിഞ്ഞു. പിടിയിലാവുന്ന ഗുണ്ടകൾ അവരെ നിയോഗിച്ചവരുടെ പേര് പറയാതിരുന്ന കൊള്ളാം. എന്തൊക്കെ തുളസി ഞാനീ കേൾക്കുന്നേ? നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നതും നീ കേൾക്കുന്നതും സത്യം. അപ്പൊ അവരാരും നിന്റെ സ്വന്തം അല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? അതെ, അവരാരും എന്റെ സ്വന്തക്കാരല്ല. സത്യം പറഞ്ഞാ ഞാനിപ്പോ ഒരു അനാഥയാ. അല്ല, അവരാരും നിന്റെ സ്വന്തക്കാരല്ലെങ്കിൽ പിന്നെ അവരിൽ പലരും നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്തെ. എന്തായാലും DNA ടെസ്റ്റ് കഴിഞ്ഞതാ. അതിലൂടെ തെളിഞ്ഞ കാര്യ ഞാൻ ജയന്റെയും പ്രിയയുടെയും മകളല്ലെന്ന്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടെത്തണം. ഞാൻ ആരാണെന്നുള്ള സത്യവും മനസ്സിലാക്കണം. അല്ല തുളസി, നീ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ മിണ്ടാതെയും പറയാതെ ഇറങ്ങി പോന്ന അവര് നിന്നെ അന്വേഷിക്കില്ലേ? അന്വേഷിക്കട്ടെ. അതല്ലേ അവർക്കൊരിക്കലും കണ്ടെത്താൻ പറ്റാത്ത നിന്റെ അടുത്തേക്ക് തന്നെ ഞാൻ വന്നത്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോയേക്കാം. എന്താ തുളസി നീ ഈ പറയുന്ന? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി നീ എനിക്ക് അന്യാണോ? അതല്ല, ഞാൻ അനാഥയാണെന്നൊക്കെ അറിയുമ്പോ ആർക്കായാലും ഒരു അകൽച്ച ഉണ്ടാവില്ലേ? ദേ, നല്ലത് നാലെണ്ണം ഞാൻ പറയും കേട്ടോ. നീ എന്റെ കൂടെ എത്ര ദിവസം നിന്നാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? ഞാൻ നിന്നെ അന്തം വിട്ട് നോക്കിയത് നിന്റെ ഈ കഥ കേട്ടിട്ടാ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് അവരെന്തിനാ നിനക്ക് വേണ്ടിട്ട് വാടക മാതാപിതാക്കളെ വരുത്തിയതെന്നാ. അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ദീപേ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന സത്യം പ്രസാദ് മാമൻ അറിയാം. അവരെ സംരക്ഷിച്ചു നിർത്താനാ മാമൻ ഈ നാടകമൊക്കെ കളിക്കുന്നതും. എന്റെ അച്ഛനും അമ്മയും ഏതോ ഉന്നതരായിരിക്കുമെന്നും അവരെ മാമൻ അറിയാന്നോ കാർത്തിക ശങ്കർ IPS പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞെങ്കില് അത് സത്യമായിരിക്കും. അത് സത്യമാണ്. എന്തായാലും എനിക്ക് എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. അതിന് ഞാൻ ദൈവമംഗലത്ത് നിന്നാലോ ഞാൻ വളർന്ന വീട്ടിൽ നിന്നാലോ പറ്റില്ല. അതാ മറ്റാരും പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത നിന്റെ ഈ വീട് തന്നെ ഞാൻ കണ്ടെത്തിയതും. ഡി തുളസി, നിന്റെ ലക്ഷ്യം നിറവേറാൻ വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. നിന്നോടൊപ്പം ഞാനുണ്ട്. താങ്ക്സ് ദീപേ. മറ്റൊന്ന് ചോദിച്ചോട്ടെ, ആദ്യക്ക് ഇതിന്റെ പിന്നിലെ സത്യമൊന്നും അറിയില്ലേ? അതിലും എനിക്ക് ഡൗട്ടുണ്ട്. ഇനി അവൻ അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വം നാടകം കളിക്കുകയാണോന്ന് എന്റെ സംശയം. പക്ഷെ അവനെ വേദനിപ്പിക്കാനും എനിക്ക് സങ്കടമുണ്ട്. കാരണം അവൻ എന്നെ ജീവനാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ല തുളസി, നിന്നെ കാണാതെ വരുമ്പോ അവൻ അന്വേഷിക്കില്ലേ? അവൻ അവന്റെ കൂട്ടുകാരോടൊപ്പം അന്വേഷിച്ച് ഇവിടെ വരെ എത്തില്ലേ? ഏയ്, അവൻ ഇവിടെ എത്താൻ വലിയ സാധ്യതയൊന്നുമില്ല. കാരണം നീയുമായിട്ടുള്ള എന്റെ കണക്ഷൻ അവന് ശരിക്കും അറിയില്ല.
ഇവിടെ അങ്ങനെ ആരും പെട്ടെന്ന് തിരക്കിയെത്തില്ല. ആ തുളസി, നീ വീട്ടിൽ നിന്ന് വെറും കൈയോടല്ലേ ഇറങ്ങി പോന്നെ? ആ, ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കാൻ നിന്നാ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരാനൊന്നും പറ്റില്ല. നിനക്ക് തൽക്കാലം മാറാനുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ തരാം. പിന്നെ നാളെ നമുക്ക് പുറത്തു പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം. ഇത് തൽക്കാലം ഇട്. ഇതൊക്കെ എന്റെ ആദിയെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. അവൻ എനിക്ക് മിസ് ചെയ്യുന്നു. ഒന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ അത് വേണ്ട. എന്താ തുളസി, നീ ഉറങ്ങുന്നില്ലേ? എങ്ങനെ ഉറക്കം വരാനാ ദീപേ? മനസ്സാകെ കലങ്ങി മറിയാ. ഉറങ്ങാൻ കഴിയോ? ഉറങ്ങിയല്ലേ പറ്റൂ, അല്ലെങ്കിൽ മനോനില തെറ്റും, ക്ഷീണമാകും. ആദ്യം ആകെ വിഷമിക്കുന്നുണ്ടാവും. എന്റെ വിവരങ്ങളൊന്നും അറിയാതെ ആകെ പേടിച്ചിരിക്കായിരിക്കും. ആദ്യം നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ തുളസി, പിന്നെ അവനെ വെറുതെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അവനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതില് എനിക്കും വല്ലാത്ത വിഷമമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാണെന്ന് നീ ചോദിക്കുമ്പോ കൂടി നിനക്ക് ആദ്യം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അവന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിലെന്ന് നീ കൊതിക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിന്റെ മനസ്സെനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതാ ഞാനിങ്ങനെ ചോദിക്കുന്നത്. നിനക്ക് അവനൊന്ന് വിളിക്കണമെന്നുണ്ട്, അവന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണമെന്നുണ്ട്. പക്ഷേ നിന്റെ മൊബൈലൊന്ന് ഓൺ ചെയ്യാനുള്ള ധൈര്യം നിനക്കില്ല. ഇതല്ലേ തുളസി സത്യം? നീ പറഞ്ഞത് അതിന്റെ സത്യം. ആദിയുടെ ശബ്ദം നിന്നെ ഞാൻ ഇപ്പൊ കേൾപ്പിക്കട്ടെ? നീ അവന്റെ നമ്പർ പറയടി. അത് വേണോ? നിനക്ക് അവന്റെ ശബ്ദം കേൾക്കണ്ടേ? എന്താ വേണ്ടേ? വേണം. ആദിയുടെ നമ്പർ പറ.
ബെല്ലടിക്കുന്നുണ്ട്. ശ്ശോ, എന്താ തുളസി നീ ഈ കാണിച്ചത്? കോള് കട്ടാക്കി എന്തിനാ? വേണ്ട, ഇപ്പൊ അത് ശരിയാവില്ല. ആരാ ഇതിപ്പോ മിസ് കോൾ ചെയ്ത്? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഇനി ഒരു പക്ഷേ തുളസിയാണെങ്കിലോ? ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാം. ദേ ആദ്യം തിരിച്ചു വിളിക്കുന്നു. അപ്പടി സംസാരിക്കും. ഹലോ ഹലോ, എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ആരേത്? ഹലോ, എനിക്ക് മനസ്സിലായി. എന്റെ തുളസിയല്ലേ വിളിച്ച? എന്താ തുളസി നീ മിണ്ടാ നിൽക്കുന്ന? ഞാൻ നിന്നെ കാണാതെ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നും വേദനിക്കുന്നുണ്ടെന്നും നിനക്കറിയോ? തുളസി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നിനക്ക് ഞാനുണ്ട് തുളസി. നീ എവിടെ ഉണ്ടെന്നൊന്നും പറ. എവിടെയാണെന്നൊന്നും പറയൂ തുളസി. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്താ തുളസി നീ മിണ്ടാ നിൽക്കുന്ന? ഇത് തുളസി തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ഒന്ന് എന്നോട് പറയൂ തുളസി. തുളസി, ഇവിടെ നല്ല സെലക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ചാവി ഇങ്ങോട്ട് ബാഗിൽ വെച്ചേക്കാം. യെസ് സാർ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് തരാനാ ഞാൻ സാറിന്റെ പേഴ്സണൽ ഫോണിൽ വിളിച്ചത്. ആരെ വിളിക്കുന്നു? സാർ, ഞാൻ ടൗൺ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അൻവറാ. ആ ഓക്കെ അൻവർ പറയൂ. സാർ, ഞാൻ ടൗണിലെ ഷോപ്പിംഗ് മാളിന്റെ മുന്നിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന്റെ മരുമകൾ തുളസി ഇപ്പൊ മറ്റൊരു പെൺകുട്ടിയുമായി ഷോപ്പിംഗ് മാളിനകത്തേക്ക് കയറിപ്പോയി. അൻവർ അവരുടെ പുറകെ തന്നെ പോകണം. ഒരു കാരണവശാലും അവരവിടുന്ന് പോകാതെ നോക്കണം. യെസ് സാർ. ഇനി അഥവാ അവരവിടുന്ന് പോവുകയാണെങ്കിൽ അവരിങ്ങ് ഫോളോ ചെയ്തേക്കും. ഞാനിതെത്തി. സാർ, വണ്ടി ഒന്ന് പെട്ടെന്ന് വിട്ടേ. ഇത് കൊള്ളാല്ലേ? ആ ഷോപ്പിൽ നല്ല സെലക്ഷൻ ഉണ്ട്. നീ അവിടെ കയറിക്കോ. നീ എവിടെ പോവാ? എനിക്ക് വേറെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ അവിടെ കയറിയിട്ട് വരാം. ശരി.
സാർ എവിടെ അവരെ കണ്ടേ? അകത്തോണ്ട് സാർ. ഡ്രസ്സോ മറ്റോ സെലക്ട് ചെയ്യേ. എടോ ഇതിനകത്ത് ഇല്ല. ഇവിടെ ഉണ്ടായിരുന്നു സാർ. എടോ ഇതിനകത്ത് തന്നെയാണോ താൻ കണ്ടത്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ, ഞാൻ കണ്ടതല്ലേ. എന്നാ പിന്നെ അൻവറിന്റെ കണ്ണു വെട്ടിച്ച് അവളങ്ങ് പോയി. എന്റെ മരുമകളാ, തലക്കകത്ത് കുറച്ച് ഉള്ള ആളാ. ആ വാ. എന്താ എന്താ തുളസി? നീ വേഗം വാ. എന്താ കാര്യമെന്ന് പറ. എടീ, മാമൻ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. അയ്യോ, എന്നിട്ട് എങ്ങോട്ട് പോയി? അത് എന്നെ തിരഞ്ഞിട്ട് കാണാതായപ്പോ പുറത്തേക്ക് പോയി. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് നിന്റെ മാമൻ എങ്ങനെ അറിഞ്ഞു? ഏതോ ഒരു പോലീസുകാരൻ ഒറ്റിയതാ. വാ വാ, സംസാരിച്ചിരിക്കാതെ വാ. വേഗം വാ. രക്ഷപ്പെട്ടു. വാ, നമുക്ക് ഈ വഴി ചെന്ന് സ്കൂട്ടർ എടുക്കാം. എന്റെ ഈശ്വര, മാമനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഇവിടെ വച്ചൊരു സീനുണ്ടായേനെ. നീ ആ താക്കോലിങ്ങതാ. വേഗം വണ്ടി കയറിക്കോ.
പെട്ടടി ദീപേ, ഞാൻ പെട്ടു. ദേ അച്ഛൻ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല പരിചയമുള്ള മുഖം. മറന്നുപോയി. ആരാ? ഒന്ന് പരിചയപ്പെടുത്താമോ? എനിക്ക് അൽഷിമേഴ്സിന്റെ തുടക്കം എന്നാ തോന്നുന്നേ, അതാ മറന്നുപോയത്. പ്ലീസ് ഒന്ന് പരിചയപ്പെടുത്താമോ?